എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളി ഒരു മത്തിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കിയിട്ട് വരാതെ. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചമാങ്ങ ഇട്ട് കൊടുക്കും. നല്ല പുളിയുള്ള മാങ്ങയാണ്. അതിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചിയും ഒരു 5-6 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്കൊരു 2 കൈപ്പിടിയോളം തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിരിക്കുന്നതാണ്. അതാണ് നമ്മളിപ്പം നമ്മുടെ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അരയ്ക്കുന്നതിൻ്റെ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ത്തില്ലായിരുന്നു. അപ്പം അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആ മിക്സർ ജാറും കൂടെ കഴുകി ആവശ്യത്തിന് ഗ്രേവി എത്രയാണോ ആവശ്യം അത്രയും കൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് മുമ്പ് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. മിക്സ് ചെയ്തിട്ട് പോരെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് അന്നേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇപ്പം കുറച്ച് വെള്ളം കൂടെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. മാങ്ങയും നമ്മൾ പിന്നെ മീനെല്ലാം കൂടി ഇടുമ്പം കുറവായിരിക്കും വെള്ളം. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വെച്ച് മൂടി വെച്ചിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ മത്തി ഒരു 1/2 കിലോ മത്തി മേടിച്ചതാണ്. ഒരു 5 മത്തി ഉണ്ടെന്ന് തോന്നുന്നു. 5 മത്തിയും അതിനകത്ത് മുട്ടയുള്ള മത്തിയായിരുന്നു. അത് ഞാനെല്ലാം എടുത്ത് കഴുകി ക്ലീനാക്കി. ഇത് നമുക്ക് 2ആയിട്ട് മുറിച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം വറക്കാനുള്ള മുട്ടയില്ല. അത് കാരണം ഞാനോർത്ത് ഇതിനകത്ത് തന്നെ എടുത്ത് കറി അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് സൈഡിലൊക്കെ പറ്റി പോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മത്തി കഷ്ണങ്ങളാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനപ്പം വെള്ളം എത്രയുണ്ടെന്നൊന്ന് നോക്കിയതാണ്. കുറച്ച് പറ്റി വന്നിട്ടുണ്ട്. ചട്ടി കാണുമ്പം തന്നെ അറിയാമല്ലോ കുറേ പറ്റി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാവേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. അപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഞാൻ പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്പൂൺ ഉപയോഗിച്ച് ഒന്നെല്ലാം ഒന്ന് ആ ഗ്രേവിക്കകത്തൊന്ന് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് തിളയ്ക്കാനായിട്ട് മൂടി വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പം അത് ഒരു ഗ്രേവിയൊക്കെ ഏകദേശം പറ്റി നമ്മുടെ ചട്ടിയിലെല്ലാം സൈഡിലെല്ലാം അതെല്ലാം ഒന്ന് ഞാൻ ഇതിനകത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം പറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. കടുക് വറുക്കുന്നത് കടുകില്ലാതെ നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം പച്ചക്കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കൂടെ ഞാനൊന്ന് മൂടി വെച്ച് ആ കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ സ്മെല്ലൊന്ന് നമ്മുടെ കറിക്കകത്ത് ആന്നടം വരെ ഇതേ രീതിയിലൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്ന് നല്ലൊരു മണമൊക്കെയാണ് വരുന്നത്. ചോറിൻ്റെ കൂടെ നല്ല കുത്തരി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഈ മത്തിക്കറിയെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണെന്ന് ഞാനൊന്ന് ചുറ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. മത്തിയും മാങ്ങയൊക്കെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ആ ചോറിൻ്റെ പുറത്തേക്ക് ഒരു കഷ്ണം മത്തിയും ഇച്ചിരി ചാറും ഒരു മാങ്ങയൊക്കെ കൂടെ ഇട്ട് അങ്ങ് ഞെരടി ഒന്ന് കഴിക്കണം. എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്നൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം മത്തി നല്ല ഇതുപോലത്തെ നെയ്മത്തിയോ മുട്ടയുള്ള മത്തിയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയല്ലേ നല്ല അടിപൊളിയാണുള്ള കറിയാണെന്ന്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണത്. വേണ്ട നമ്മുടെ മാങ്ങയൊക്കെ നല്ല മാങ്ങയായിരുന്നു, ഉടഞ്ഞു പോകാതെ കിടക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നല്ല പുളിയുള്ള മാങ്ങയാണ്, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അങ്ങനെയുള്ള മാങ്ങ വേണം ഇങ്ങനെ മത്തിയും മാങ്ങയൊക്കെ കറി വെക്കുമ്പം എടുക്കാനായിട്ടേ. അല്ലാത്ത മാങ്ങ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മത്തിയുടെ കറി തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ മാങ്ങ നന്നായിട്ട് അലിന്ന് പോവും, ഇതിനകത്ത് അലുത്ത് പോവും. അങ്ങനെ വരരുത്. മത്തിയും മാങ്ങയൊക്കെ നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്നായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. കറി കുറിയതിന് ശേഷം നമ്മുടെ കറിയുടെ അവസ്ഥ കണ്ടോ, നമ്മുടെ ആറിയതിന് ശേഷം കേട്ടോ, കുറിയതിന് ശേഷമല്ല ആറിയതിന് ശേഷം നമ്മുടെ കറിയുടെ പരുവം കണ്ടോ. ഇതേ രീതിയിൽ വേണേൽ കറി ഇരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും താങ്ക് യു.